SBIയുടെ വ്യാജശാഖ ഛത്തീസ്ഗഡിൽ തുറന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയവർ അറസ്റ്റിലായി. സംസ്ഥാന തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ ശക്തി ജില്ലയിലെ ചപ്പോര ഗ്രാമത്തിലാണ് 10 ദിവസം മുൻപ് ഒരു വ്യാജ SBI ശാഖ തുറന്നത്. ഇവിടേക്ക് കഥയൊന്നും അറിയാതെ 6 പേരെ ജോലിക്ക് നിയമിച്ചു. ഇവർക്കെല്ലാം വേണ്ടി വ്യാജ പരിശീലന സെഷനുകളടക്കം ഒറിജിനൽ പോലെ തോന്നിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. തുറന്നിട്ട് 10 ദിവസം മാത്രമേ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂവെങ്കിലും ഒറിജിനൽ സ്റ്റേറ്റ് ബാങ്ക് ശാഖകളിൽ ഉള്ളതുപോലെ തന്നെ ഫർണിച്ചറുകളും ബാങ്കിന്റെ മുദ്രയുള്ള പേപ്പറുകളും കൗണ്ടറുകളുമെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയ ഗ്രാമീണർ അവിടെ അക്കൗണ്ട് തുറക്കാനും ഇടപാടുകൾ നടത്താനും ഒക്കെ തുടങ്ങി. പുതിയ നല്ല ജോലി കിട്ടിയ സന്തോഷത്തിൽ ജീവനക്കാരും. ഇതിനിടെ SBIയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ചില പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത് വ്യാജശാഖയാണെന്ന് കണ്ടെത്തിയത്. അതിലേക്ക് നയിച്ചതാകട്ടെ തൊട്ടടുത്ത ഗ്രാമത്തിലെ SBI ശാഖാ മാനേജർക്ക് കിട്ടിയ ഒരു വിവരം. അന്വേഷണത്തിൽ വ്യാജശാഖ തന്നെ വ്യാജമാണെന്നും ജീവനക്കാരെ നിയമിച്ചത് വ്യാജരേഖകൾ നൽകിയാണെന്നും കണ്ടെത്തുകയായിരുന്നു. 4 പേരാണ് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഒരാൾ വ്യാജ ബ്രാഞ്ചിന്റെ മാനേജറായിരുന്നു. മാർക്കറ്റിംഗ് ഓഫീസർ, ക്യാഷ്യർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ ജീവനക്കാരെ നിയമിച്ചിരുന്നു. ഇവർക്കെല്ലാം ബാങ്കിന്റെ മുദ്രയുള്ള ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ പോലും നൽകുകയായിരുന്നു. എന്നാൽ ജോലിക്കായി 2 മുതൽ 6 ലക്ഷം രൂപ വരെ ഓരോരുത്തരിൽ നിന്ന് വാങ്ങിയെന്ന് ഇവർ പറയുന്നു. പ്രദേശത്ത് SBIയുടെ ഒരു ബാങ്കിംഗ് കിയോസ്കിനായി അപേക്ഷ നൽകിയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മുന്നറിയിപ്പൊന്നുമില്ലാതെ നാട്ടിലൊരു ബാങ്ക് ശാഖ വന്നപ്പോൾ തന്നെ അമ്പരപ്പായി. ഇയാൾ തൊട്ടടുത്ത ഗ്രാമത്തിലെ ബാങ്ക് മാനേജരെ വിവരം അറിയിച്ചു. അന്വേഷിച്ചെത്തിയപ്പോഴാണ് ജീവനക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കിയത്. ബാങ്കിന്റെ ബ്രാഞ്ച് കോഡ് എവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല. ഈ ഒരു സംശയമാണ് തട്ടിപ്പ് പുറത്തു വരാൻ കാരണമായത്. 7000 രൂപയ്ക്ക് കടമുറികൾ വാടകയ്ക്ക് എടുത്തായിരുന്നു വ്യാജശാഖ ഒപ്പിച്ചത്. യഥാർത്ഥ ബാങ്കിലെ പോലെ തന്നെയായിരുന്നു ഇവിടെ ഫർണിച്ചറുകൾ ഒരുക്കിയത്. ജീവനക്കാർക്ക് 30,000 രൂപ ശമ്പളമാണ് വാഗ്ദാനം തുടക്കത്തിൽ ചെയ്തത്. ബാങ്ക് ശരിയായി പ്രവർത്തനം തുടങ്ങിയ ശേഷം സാലറി കൂട്ടും എന്ന് ഇവരോട് അറിയിച്ചിരുന്നു. അതേസമയം വായ്പകൾക്ക് അപേക്ഷ നൽകാനൊക്കെ ഇതിനിടെ ചിലർ വന്നു. പണം നിക്ഷേപിക്കാനും തുടങ്ങി. 10 ദിവസം കൊണ്ട് പൂട്ടിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ ഒരു കുടുക്കിൽ വീഴാതെ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ പാൻറൂട്ടിയിൽ വ്യാജ SBI ശാഖ 2020-ൽ തുടങ്ങിയിരുന്നു. ഇതിനുശേഷം 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേ രീതിയിലാണ് മറ്റൊരു വ്യാജ ശാഖ ഇപ്പോൾ സംഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തിയത്. കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൌൺ സമയത്താണ് തമിഴ്നാട്ടിലെ വ്യാജ SBI ബ്രാഞ്ച് പ്രവർത്തിച്ചത്. കമ്പ്യൂട്ടറുകളും ലോക്കറുകളും വ്യാജരേഖകളും ചമച്ച് തട്ടിപ്പ് നടത്തിയ SBI മുൻ ജീവനക്കാരന്റെ മകൻ കമൽ ബാബുവിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംശയം തോന്നിയ ഒരു ഉപഭോക്താവ് ടൗണിലെ നിലവിലുള്ള SBI ബ്രാഞ്ചിന്റെ മാനേജരോട് കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്നാണ് വ്യാജ ബാങ്കിനെ കുറിച്ചുള്ള വിവരം പുറത്തു